ഹായ് ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കെയർ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില വാക്കുകൾക്ക് പകരം വേറെ ഏത് വേർഡാണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത സാഹചര്യങ്ങൾ വരാറുണ്ടല്ലേ. എല്ലാത്തിനും നമ്മൾ ഒരേ വാക്ക് തന്നെ ഉപയോഗിക്കും. അപ്പോൾ ഇനി അങ്ങനെ ഉപയോഗിക്കേണ്ട ഏതൊക്കെ സാഹചര്യങ്ങൾ ഏതൊക്കെ വേർഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ വിളിക്കാൻ മറക്കരുത് എന്ന് പറയാറുണ്ടല്ലേ. വിളിക്കാൻ മറക്കരുത് കേട്ടോന്ന്. അല്ലെങ്കിൽ ഇപ്പോൾ വിളിക്കാതിരിക്കരുത് എന്നും പറയാറുണ്ട്. ഈ വിളിക്കാൻ മറക്കരുത് എന്ന് പറയുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ എന്ന് പറയാം. ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ, വിളിക്കാൻ മറക്കരുത്. വിളിക്കാതിരിക്കരുത് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വിളിക്കാതിരിക്കരുത് എന്ന് പറയാൻ വി ക്യാൻ സേ ഡോണ്ട് ഫെയിൽ ടു കോൾ. വിളിക്കാതിരിക്കരുത്. അപ്പോൾ ഇത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ഈ ഡോണ്ട് ഫോർഗെറ്റ് ടു കോളും ഡോണ്ട് ഫെയിൽ ടു കോളും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ഡോണ്ട് ഫെയിൽ ടു കോൾ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ പറയുന്നത് നിർബന്ധമായിട്ടും വിളിക്കണം, ഒരു നെസസിറ്റി, അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ഒബ്ലിഗേഷനാണ് പറയുന്നത്. നിർബന്ധമായിട്ടും ആ കാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ. അതായത് വിളിക്കുന്ന കാര്യം മറക്കാനേ പാടില്ല, അത് ചെയ്തേ പറ്റുള്ളൂ. സ്ട്രോങ് ആയിട്ട് നമ്മളവിടെ പറയാണ് ഡോണ്ട് ഫെയിൽ ടു കോൾ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോണ്ട് ഫെയിൽ ടു കോൾ യുവർ ഡോക്ടർ ഇഫ് യുവർ സിംറ്റംസ് ഗെറ്റ് വേഴ്സ്. നിൻ്റെ സിംറ്റംസ് വേഴ്സ്റ്റ് ആവുകയാണെങ്കിൽ ഡോക്ടറെ വിളിക്കാതിരിക്കരുത്. അതായത് നിർബന്ധമായിട്ട് നീ ഡോക്ടറെ വിളിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു മീനിങ് ആണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഡോണ്ട് ഫെയിൽ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഡോണ്ട് ഫെയിൽ ടു കോൾ മീ, അല്ലെങ്കിൽ ഡോണ്ട് ഫെയിൽ ടു ഇൻഫോം മീ, ഡോണ്ട് ഫെയിൽ ടു പോസ്റ്റ് ദ ലെറ്റർ എന്നൊക്കെ പറയാം. ഇനിയിപ്പോൾ ഈ ഡോണ്ട് ഫോർഗെറ്റ്, അതാണല്ലോ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്, വിളിക്കാൻ മറക്കരുത് അല്ലെങ്കിൽ അറിയിക്കാൻ മറക്കരുത് എന്നൊക്കെ. അപ്പോൾ ഈ ഡോണ്ട് ഫോർഗെറ്റും ഡോണ്ട് ഫെയിലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഡോണ്ട് ഫോർഗെറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ജസ്റ്റ് ഒരു റിമൈൻഡർ പോലെയാണ്. അതായത് ആൾ ആ കാര്യം ചെയ്യാൻ മറക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ മറക്കരുത് എന്നുള്ള രീതിയിൽ ഒരു റിമൈൻഡർ കൊടുക്കുന്നതാണ്. ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ, നീ വിളിക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ഇൻഫോം മീ, എന്നെ അറിയിക്കാൻ നീ മറക്കരുത്. കാരണം ആൾക്ക് ഇപ്പോൾ ഒരു മറവിയൊക്കെ ഉള്ള കൂട്ടുകാരനാണെങ്കിൽ അവൻ മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണല്ലേ. അപ്പം നമുക്കൊരു ജെൻറ്റൽ റിമൈൻഡർ പോലെ ആളോട് പറയാം ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ മീ, എന്നെ വിളിക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ഇൻഫോം മീ, എന്നെ ഇൻഫോം ചെയ്യാൻ മറക്കരുത് എന്നുള്ള രീതിയിൽ പറയാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഡോണ്ട് ഫോർഗെറ്റ് ടു വിഷ് യുവർ മോം ഓൺ ഹെർ ബർത്ത്ഡേ. അമ്മയെ ബർത്ത്ഡേ ദിവസം നീ വിഷ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇവന് കുറേ തിരക്കുള്ള ആളാണ്, മേ ബി മറന്നുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മറക്കരുത് എന്നുള്ള രീതിയിൽ നമുക്കൊരു ജെൻറ്റൽ റിമൈൻഡർ പോലെ കൊടുക്കാം. അപ്പോൾ ഇനി മുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാര്യം നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ള സാഹചര്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡോണ്ട് ഫെയിൽ ടു യൂസ് ചെയ്യുക. ജസ്റ്റ് ഒരു റിമൈൻഡർ കൊടുക്കാനാണെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് യൂസ് ചെയ്യുക. താങ്ക് യു.